ആധുനിക വിപണിയിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് പുതിയ കച്ചവട സമവാക്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഓൺലൈൻ മാർക്കറ്റിംഗ് നിരവധി സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നിടുമ്പോഴും ഒട്ടനവധി ചതിക്കുഴികളും ഓൺലൈൻ മാർക്കറ്റിംഗിൽ അന്തർലീനമാണ്. അതുകൊണ്ട് തന്നെ ഏറെ പൊതുജന അവബോധവും പൊതുജന ജാഗ്രതയും ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നതും ഓൺലൈൻ മാർക്കറ്റിന്റെ ഘടകമായ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ തോമസ് ജോസഫ്, അസോസിയേറ്റ് പ്രൊഫസർ, ഗിഫ്റ്റ്. സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സാമൂഹ്യപാഠം. നമസ്കാരം സർ. നമസ്കാരം സർ. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു വർത്തമാനകാല ജീവിതത്തിൽ പുതിയ സമവാക്യങ്ങൾ, കച്ചവടത്തിന്റെ പുതിയ മുഖം നമുക്ക് നൽകുകയാണ് ഓൺലൈൻ മാർക്കറ്റിംഗ്. ഈ ഓൺലൈൻ മാർക്കറ്റിംഗിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കുമ്പോഴും നിരവധി സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഒട്ടനവധി അപകടത്തിന്റെ കെണികളും ഓൺലൈൻ മാർക്കറ്റിംഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ ഈ ഓൺലൈൻ മാർക്കറ്റിന്റെ ഘടകമായ മൾട്ടി ലെവൽ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വ്യക്തമായൊരു അവബോധമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കടകമ്പോളങ്ങളില്ലാതെ ഉപഭോക്താവിന് സാധനങ്ങളും സേവനങ്ങളും എത്തിക്കുന്ന ഒരു സംവിധാനമാണ്. കടകമ്പോളങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ ആ സാധനങ്ങൾ എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് വ്യക്തികളാണ്. മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ സഹായത്തോടെ കടകമ്പോളങ്ങളില്ലാതെ വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ ഉപഭോക്താവിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നെങ്കിലും ഇവിടെ ചർച്ച ചെയ്തതുപോലെ ഇതിനൊരു വ്യക്തമായ ഒരു ധാരണ ജനങ്ങൾക്കില്ല എന്നുള്ളതാണ്. നമുക്ക് അവതാരകൻ പറഞ്ഞ പോലെ ഓൺലൈൻ ബിസിനസ്സിൽ പലവിധമായ ട്രേഡിംഗ് ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ് ടെക്നിക്സ് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ഇവിടെ ഒരു മൊത്ത വിതരണക്കാരനോ ചില്ലറ വിതരണക്കാരനോ ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ കടകളില്ലെങ്കിൽ പോലും ഈ പ്രോഡക്റ്റായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് നമ്മളെപ്പോലെ മനുഷ്യ വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിനൊത്തിരി സാധ്യത ഉള്ള ഒരു ബിസിനസ്സാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് ബിസിനസ് തുടങ്ങാനായിട്ട് ധാരാളം ക്യാപിറ്റൽ ആവശ്യമുണ്ട്, അവനൊരു കെട്ടിട സമുച്ചയം ആവശ്യമുണ്ട്, അതിന് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെഷീനറി ആവശ്യമുണ്ട്. അങ്ങനെ ഒട്ടനവധി ചിലവുകൾ ആവശ്യമുള്ളൊരു സംവിധാനമാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ സാമ്പത്തികം ഒരു വലിയ തടസ്സമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പണം മുടക്കി ബിസിനസ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുവാനായിട്ട് ആൾക്കാർ നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് പണം മുടക്കാതെ എങ്ങനെ ബിസിനസ്സിൽ പങ്കാളിയാകാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുമ്പോഴാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രസക്തി ഏറുന്നത്. അപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ ഒരു പങ്കാളിയാകാനായിട്ട് നമ്മളിൽപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. പണം മുടക്കാതെ തന്നെ ഒരു കമ്പനിയുടെ ഭാഗമായി അവരുടെ പ്രോഡക്റ്റ് കൺസ്യൂമറിന് വിൽക്കാനായിട്ട്, അതായത് ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രനർ എന്നുള്ള ഒരു അന്തസ്സിൽ തന്നെ നിന്നുകൊണ്ട് സാധനങ്ങൾ എത്തിക്കാനായിട്ട് ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ബിസിനസ്സിൻ്റെ സവിശേഷത. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ അങ്ങ് പറഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഈ പണം മുടക്കാതെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിന്റെ സവിശേഷത എന്ന സ്റ്റേറ്റ്മെന്റിലാണ് പറഞ്ഞു നിർത്തിയത്. ഒട്ടനവധി സാധ്യതകൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാർ, ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിയമാനുസൃതമാണോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം സാർ. അത് 2016 വരെ നമ്മുടെ രാജ്യത്ത് ഇതിനെ നിയന്ത്രിക്കാൻ ഒരു നിയമമില്ലായിരുന്നു എന്നുള്ളതാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രതിസന്ധിക്ക് കാരണമുണ്ടായത്. കാരണം ധാരാളം കമ്പനികൾ 2011-12 കാലഘട്ടത്തിൽ ഈ മേഖലയിൽ, കാരണം അന്താരാഷ്ട്ര മേഖലയിൽ തന്നെ വാണിജ്യ ഒരു കടന്നുകയറ്റം ഇന്ത്യയിലേക്കുണ്ടായി. പക്ഷേ ഇതിനെ നിയന്ത്രിക്കുവാനായിട്ട് ഒരു മാർഗ്ഗരേഖയോ ഒരു നിയമ സംവിധാനമോ ഇല്ലാത്തതിൻ്റെ പേരിൽ അന്നത്തെ സാഹചര്യത്തിൽ ധാരാളം കമ്പനികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റാതെ വന്നു എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ 2016 കേന്ദ്ര സർക്കാർ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന് ഒരു മാർഗ്ഗരേഖ, ഒരു സെൻട്രൽ ഗൈഡ് ലൈൻസ് പ്രഖ്യാപിച്ചത്. ആ മാർഗ്ഗരേഖയിൽ നിന്നുകൊണ്ടാണ് അന്ന് 2016 മുതൽ 2021 വരെ
പറയാൻ കാരണം 2021 ഈ മാർഗരേഖ മാറി ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമമുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. അപ്പോൾ ആ ആക്ടിൻ്റെ ഭാഗമായിട്ട് ഈ ഡയറക്റ്റ് സെല്ലിങ്ങും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും വന്നതോടുകൂടി 2016 നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗൈഡ് ലൈന് പകരം ഇപ്പോൾ വ്യക്തമായ ഒരു നിയമം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സാധ്യത. അപ്പോൾ താങ്കൾ ചോദിച്ചത് ഇതിൻ്റെ നിയമസാധ്യതയെക്കുറിച്ചാണ്. അപ്പം 2021 ഡയറക്റ്റ് സെല്ലിംഗ് റൂൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ആ നിയമത്തിൻ്റെ കീഴിൽ തികച്ചും നിയമാനുസൃതമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അവിടെ ഒരു വ്യത്യാസമുണ്ട്, എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെയും നിയമാനുസൃതമാക്കിയിട്ടില്ല. അപ്പോൾ ഏത് തരം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് നിയമാനുസൃതം എന്നുള്ളതിനെക്കുറിച്ചാണ് വ്യക്തികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു ആശങ്ക. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെയാണ് നിയമം കാര്യമായി പരിഗണിച്ചിരിക്കുന്നത്. അതായത് ഒരു ഫാക്ടറിയിൽ നിന്നും സാധനങ്ങൾ ഉപഭോക്താവിന് വിറ്റഴിക്കുന്നത് സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിലാണെങ്കിൽ കടകമ്പോളങ്ങളിലൂടെയാണ്. അതായത് ഹോൾസെയിലർ, മൊത്ത വിതരണക്കാരുണ്ടാവും, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഒരു ചില്ലറ വിൽപ്പനക്കാരനുണ്ടാവും. ആ ഇടനിലക്കാരെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു സാധനം നമ്മുടെ കയ്യിലെത്തുക. ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സുകാർക്ക് കടകമ്പോളങ്ങളില്ലാതെ വ്യക്തികളെ ഇതിൻ്റെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് വേറൊരു മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് പോലെ അവരെ നിയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ ആൾക്കാരുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അപ്പോൾ എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗും നിയമാനുസൃതമല്ല എന്ന് പറയാൻ കാരണം ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന കമ്പനികൾക്കേ മൾട്ടി ലെവൽ നിയമാനുസൃതമാക്കി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കുറേ സാധനം എടുത്ത് ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിയമാനുസൃതമല്ല. കാരണം അതിൻ്റെ ഉടയൻ അറിയുന്നില്ല, ആ കമ്പനിയുമായിട്ട് ഒരു ബന്ധമില്ലാതെ വെറുതെ സാധനങ്ങൾ മാത്രം കൈമാറുന്നൊരു സംവിധാനമാണ്. മറ്റേ അങ്ങനെയല്ല, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ വ്യക്തികൾ സാധനവുമായി കൺസ്യൂമറിനെ എത്തുക. അല്ലാണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനം ഹോൾസെയിലായിട്ട് എടുത്തിട്ട് അതിനെ എടുത്ത് മറിച്ച് വിൽക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മോഡിലോട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം, പക്ഷേ അത് നിയമാനുസൃതമല്ല. നമ്മുടെ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഡയറക്റ്റ് സെല്ലിംഗ് റൂള് നമ്മളോട് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് മാത്രമേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാവൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതെ സാർ, ഇപ്പോൾ അങ്ങ് ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിനെ കുറിച്ചും മൾട്ടി ലെവൽ മാർക്കറ്റിനെ കുറിച്ചും അതിൻ്റെ തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ചും സാർ ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി. ഈ നിയമാനുസൃതം ഇതിനെക്കുറിച്ചുമൊക്കെ സാർ പരാമർശിക്കുകയുണ്ടായി. ഇപ്പോൾ ഒരു സാധാരണ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് നിയമാനുസൃതം അല്ലെങ്കിൽ ഏതാണ് നിയമാനുസൃതം അല്ലാത്തത്, ഇതെങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ആൾക്കാർക്ക് വ്യക്തികളെ സംബന്ധിച്ച് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകാർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ഒന്ന് തന്നെയാണ്. അത് നിയമാനുസൃതമാണോ അല്ലയോ എന്ന് തോന്നുന്നു തരംതിരിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഒരു കൺസ്യൂമർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഡയറക്റ്റ് സെല്ലിംഗ് റൂളിൻ്റെ അകത്ത് ഒരു നിയമമുണ്ട്. എല്ലാ സംസ്ഥാന സർക്കാരുകളും അവർ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ടാക്കണം. ആ മോണിറ്ററിംഗ് മെക്കാനിസത്തിലൂടെ ഈ നിയമാനുസൃതം പ്രോഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനികൾ രജിസ്റ്റർ ചെയ്യപ്പെടണം. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആകമാനം അത് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മേഖലയെ നിയന്ത്രിക്കുന്നത്, പ്രധാനമായിട്ടും മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമർ അഫയേഴ്സ് വകുപ്പിൽ അതിന് ആവശ്യമായ ആപ്ലിക്കേഷൻസൊക്കെ ലഭ്യമാകും. അവിടെ രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ അംഗീകരിച്ച കമ്പനിയുടെ പേരുകൾ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് സംശയം വരുവാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സൈറ്റിൽ നോക്കി ആ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണോ എന്ന് നമുക്ക് തരംതിരിച്ച് അറിയാനായിട്ട് സാധിക്കും. അതാണ് ഒരു കാരണം, ഒരു സംവിധാനം അതാണ്. രണ്ടാമത്തെ സംവിധാനം മറ്റൊന്നും ചിന്തിക്കേണ്ട, നല്ല കമ്പനികളുടെ പ്രോഡക്റ്റ് വെച്ച് നമുക്ക് തരംതിരിച്ചറിയാം. ചതിക്കുഴിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സുകാരുടെ പ്രോഡക്റ്റിൻ്റെ നിലവാരം വളരെ മോശമായിരിക്കും. തീർച്ചയായിട്ടും 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിനകത്ത് 10 രൂപയുടെ പോലും മൂല്യമില്ലാത്ത പ്രോഡക്റ്റ് ആയിരിക്കും അവർ വരിക. കാരണം അവരുടെ ഉദ്ദേശം പ്രോഡക്റ്റ് അല്ല, പ്രോഡക്റ്റ് കാണിച്ചുകൊണ്ട് പ്രോഡക്റ്റിൻ്റെ മറവിൽ ആ പൈസ തട്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയാണ്. അപ്പോൾ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് വെബ്സൈറ്റിൽ പോയി ഈ കമ്പനി നിയമാനുസൃതമാണോ എന്ന് നോക്കുക എന്ന് പറയുന്നതും പ്രായോഗികമല്ല. അപ്പോൾ ഇതിനെ നിയമാനുസൃതമാണോ അല്ലയോ എന്ന് നോക്കുന്നതിനേക്കാൾ അപ്പുറം ഇത്തരം കമ്പനികൾ മാർക്കറ്റിൽ വിറ്റഴിപ്പിക്കുന്ന പ്രോഡക്റ്റിൻ്റെ നിലവാരം അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടും വ്യക്തികൾ മനസ്സിലാക്കിയിരിക്കണം. നിലവാരമില്ലാത്ത പ്രോഡക്റ്റുമായി വരുന്ന കമ്പനികളെ തിരിച്ചറിയണം. അവരുടെ ഉദ്ദേശശുദ്ധി ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുടക്കുന്ന പൈസ 100 രൂപ മുടക്കുകയാണെങ്കിൽ അത് നമ്മൾ മാർക്കറ്റിൽ, ട്രഡീഷണൽ മാർക്കറ്റിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയുണ്ട്, അത് കൺസ്യൂം ചെയ്യാൻ അതിൻ്റെ ഒരു തൃപ്തിയുണ്ട്. ആ രീതിയിലുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചായിരിക്കും ഒരു സാധാരണ മനുഷ്യന് നിയമാനുസൃതത്തെക്കാൾ അപ്പുറം പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ചൊക്കെ ഒരു രൂപകൽപ്പന ഉണ്ടായിരിക്കണം. അതായിരിക്കും അതിൻ്റെ ഏറ്റവും എളുപ്പമാർഗം. തീർച്ചയായിട്ടും. സാറിന് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള.
സാർ ഇപ്പോൾ പറഞ്ഞു നിർത്തുകയുണ്ടായി, മൾട്ടി ലെവൽ മാർക്കറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്നത് ആ പ്രോഡക്റ്റിനെ മുൻനിർത്തിയിട്ടാണ്. ഈ പ്രോഡക്റ്റിനെ മുൻനിർത്തിയിട്ടുണ്ട്, അതായത് ഈ പ്രോഡക്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന പ്രോഡക്റ്റിൽ തട്ടിപ്പുകളുണ്ട് എന്ന് ഉപഭോക്താവിന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്തരം കമ്പനികൾ പ്രോഡക്റ്റിനല്ല ഹൈലൈറ്റ് കൊടുക്കുക, അവർ പ്ലാനാണ്. അവർ പറയും ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു 500 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് തിരിച്ച് ഒരു 200 രൂപ കിട്ടും, അല്ലെങ്കിൽ ഒരു 300 രൂപ കിട്ടും എന്നുള്ള പ്രലോഭനങ്ങൾ, ഓഫറുകൾ വെക്കുകയാണ്. പ്രോഡക്റ്റിനെ ഒരു ഐവാഷിൻ്റെ പേരിൽ ഒരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കാണിച്ചുകൊണ്ട് അവർ വയ്ക്കുന്ന മുഴുവൻ പ്ലാനാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടക്കുന്ന പൈസ തിരിച്ച് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഓഫറുകൾ പറഞ്ഞുകൊണ്ടുള്ള പ്ലാനുകൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതായത് പ്ലാൻ വിൽക്കുകയാണ്, പ്രോഡക്റ്റിന് പകരം പ്ലാൻ വിൽക്കുകയാണ്, മാർക്കറ്റിംഗ് പ്ലാൻ വിൽക്കുകയാണ്. അത്തരം കമ്പനികൾ ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ പ്ലാൻ പറയേണ്ട ആവശ്യമില്ല. ആൾക്കാർ പ്രോഡക്റ്റ് ചോദിച്ച് വാങ്ങുന്ന ഒരു സംവിധാനം വേണം. അപ്പം പ്രോഡക്റ്റ് ചോദിച്ച് വാങ്ങിച്ചത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിനെ എനിക്ക് വേണമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്ന പ്രോഡക്റ്റാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് നല്ലതായിരിക്കും. അതല്ലാതെ കമ്പനികൾ അടിച്ചേൽപ്പിക്കുന്ന മോട്ടിവേഷൻ ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെക്കാനിസത്തിലൂടെ ആൾക്കാരുടെ പണം ഉണ്ടാക്കാനുള്ളൊരു മേഖലയായി ഇതിനെ ചില കമ്പനികൾ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാറുണ്ട്, ചിലതല്ല ധാരാളം കമ്പനികൾ. അപ്പോൾ ആൾക്കാർ അതിൽ ചതിക്കുഴിയിൽ വീണ് പോകും. കാരണം പണം കിട്ടും, അവർ ആദ്യം പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ആ കമ്പനിയെ കാണില്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുവരിക. കുറച്ച് നാളത്തേക്ക് ആ പറയുന്ന ഓഫറൊക്കെ കിട്ടും, കുറേ കഴിയുമ്പോഴത്തേക്ക് ആ പണം നഷ്ടപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാകും. അപ്പോൾ പ്രോഡക്റ്റും നോക്കണം, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്ലാനെക്കുറിച്ച് പറയുന്ന കമ്പനി ആകാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും സാർ, ഈ MLM ബിസിനസ്സിനെ, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ നിയന്ത്രിക്കാൻ നിലവിലുള്ള നിയമ സംവിധാനങ്ങളെക്കുറിച്ചൊന്ന് പ്രേക്ഷകർക്കായി പറയാമോ സാർ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് സമൂലമായി മാറ്റി എഴുതപ്പെട്ട ഒരു വർഷമാണ്. 2019 കൺസ്യൂമർ ഉപഭോക്തൃ സംരക്ഷണ നിയമം വളരെ ഈ കൊമേഴ്സും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ഓൺലൈൻ മാർക്കറ്റിങ്ങും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അവരെ എല്ലാം നിയമാനുസൃതമാക്കിയ ഒരു ആക്റ്റാണ് 2019. ആ ആക്ടിൻ്റെ അകത്ത് ഓരോ ബിസിനസ്സിനെയും ഒരു ഓൺലൈനിൽ സാറ് പറഞ്ഞതുപോലെ ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന ഇ കൊമേഴ്സുകാരെയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകാരെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം റൂളുകൾ, ചട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ ആ നിയമത്തിൻ്റെ പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ് റൂൾ 2021. 2021 ആ നിയമം നമ്മൾ നോട്ടിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിദഗ്ധമായ രീതിയിൽ കമ്പനികളെ മോണിറ്റർ ചെയ്യുവാനും വിശകലനം ചെയ്യുവാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പബ്ലിക്കിന് ഒരു ചതിവ് വരാത്ത രീതിയിൽ അതിനെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം അണേറിയയിൽ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിയമം വന്നു കഴിഞ്ഞ് അത് പ്രാബല്യത്തിൽ ആ മെക്കാനിസം വന്നു കഴിഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ച ഇത്തരം തട്ടിപ്പുകളെ ഒരു പരിധിവരെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ MLM ബിസിനസ് വഴി ഒരു വ്യക്തി സാധനം വാങ്ങിക്കുന്നുവെങ്കിൽ ആ ഉപഭോക്താവിന് അതുകൊണ്ടുണ്ടാകുന്ന മെച്ചം, ഇതിൻ്റെ ഒരു മേന്മകൾ എന്തൊക്കെയാണ്, സാധ്യതകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? MLM ബിസിനസ്സിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞു കടകളില്ല, കടകമ്പോളങ്ങൾക്ക് പകരം വ്യക്തികളാണെന്ന് പറഞ്ഞു. ഈ വ്യക്തികൾ ഇപ്പം ഞാൻ ഈ ഒരു മേഖലയിലൂടെ അല്ലാതെ പോയി ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചാൽ എനിക്കത് ഉപയോഗിക്കാൻ സാധിക്കും, പക്ഷേ അതിൻ്റെ പ്രതിഫലമായിട്ട് എനിക്കൊന്നും കിട്ടുമില്ല. പക്ഷേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം എനിക്ക് തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ ധാരാളം ആൾക്കാർ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. നമ്മൾ വെറുതെ കൺസ്യൂം ചെയ്യുകയല്ല, കൺസംഷൻ ചെയ്യുമ്പോൾ ആ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം ഈ കൺസ്യൂമർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നാണ് പറയുക. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവരുടെ സാധനങ്ങൾ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് വാങ്ങിക്കുമ്പോൾ ഓരോ സെയിലിലും അവർക്ക് ആ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം ബൈബാക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാത്രം അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് മാത്രമാണ് ആ പ്രവർത്തനം. നമ്മൾ സാധാരണ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ചിലപ്പോൾ ഒരു ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കും. അപ്പോൾ ഡിസ്കൗണ്ടിനപ്പുറം ഇവിടെ കിട്ടുന്നത് പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ. അതായത് ഡയറക്റ്റ് സെല്ലിംഗ് ഞാൻ പറഞ്ഞല്ലോ ഓപ്പർച്യൂണിറ്റി ഷെയറിംഗ് ആണ്. ആ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൻ്റെ ഒരു പങ്കാളിയാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് ആ പ്രോഡക്റ്റിൽ വിൽക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം കിട്ടുമ്പോൾ അങ്ങനെ അയാൾ വിൽക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടി അയാൾക്ക് ഒരു മാസം ഒരു നിശ്ചിത തുക ഈ ബിസിനസ്സിലൂടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ബിസിനസ്സിൻ്റെ ആകർഷണതയ്ക്ക് ഒരു കാരണം. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും ഒരു ഉപഭോക്താവ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഈ ഗ്യാരണ്ടി, വാറൻറ്റി ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ട്രഡീഷണലായിട്ട് നമ്മളത് വളരെ കൃത്യമായിട്ട് നോക്കുന്നു. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാരണ്ടി, വാറൻറ്റി അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുമോ സാർ? നമ്മൾ പറഞ്ഞല്ലോ, നിയമത്തിൻ്റെ മുമ്പിൽ ഇത് വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ വിദഗ്ധമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി ഒരു സാരിയോ ഒരു ഷർട്ടോ വാങ്ങിക്കുമ്പോൾ അത് അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് സാധിക്കും. കാരണം വൺസ് ഗുഡ് സോൾഡ് ഈസ് നോട്ട്
റിട്ടേൺ ബാക്ക് അല്ലെങ്കിൽ തിരിച്ചെടുക്കില്ല. സാധനം വിറ്റാൽ അത് തിരിച്ചെടുക്കില്ല എന്നൊരു കോമൺ ടെൻഡൻസി നമ്മുടെ സമൂഹത്തിൽ ട്രഡീഷണൽ ബിസിനസ്സിലുണ്ട്. ഇവിടെ അങ്ങനെയല്ല. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ഒരു സാധനം ഒരു ഉപഭോക്താവ് വാങ്ങിച്ചാൽ അതിൽ തൃപ്തിയില്ല എങ്കിൽ ഒരു മാസത്തിൻ്റെ അകത്ത് ആണെങ്കിൽ അതിനെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പൈസ റീഫണ്ട് ചെയ്യണം എന്നുള്ള നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം, അതായത് ഞാനൊരു സാധനം ഈ ശൃംഖലയിലൂടെ വാങ്ങിച്ചു, എനിക്കത് അവർ പറഞ്ഞ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സാധനം തിരിച്ചു കൊടുത്താൽ അതിൻ്റെ പൈസ റീഫണ്ട് ചെയ്യണം. ആ ഒരു സവിശേഷത ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഇല്ല. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ചിലപ്പോൾ ആ സാധനങ്ങൾക്ക് പകരം ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ സാധനം മാറിക്കൊടുക്കുന്നു പറയും. ഇതെവിടെ അങ്ങനെയല്ല, ക്യാഷ് റീഫണ്ട് കൊടുക്കണമെന്ന് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ അത്തരം എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റുമായി വരുന്നവർക്ക് ഇതൊരു ദോഷമാണ്. കാരണം അത് റീഫണ്ട് ചെയ്യാനേ അവർക്ക് സമയം കാണുകയുള്ളൂ. അപ്പം പൊതുജനം അറിഞ്ഞിരിക്കേണ്ട ഒരു സംവിധാനമാണ്, നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന കമ്പനിയിലെ പ്രോഡക്റ്റ് ധൈര്യമായിട്ട് വാങ്ങിക്കാം. കാരണം ആ പ്രോഡക്റ്റിൽ എന്തെങ്കിലും അവർ പറയുന്ന രീതിയിലുള്ള ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിങ്ങിലോ എന്തെങ്കിലും അതിനെ തിരിച്ചു കൊടുത്ത് പൈസ റീഫണ്ട് വാങ്ങിക്കാനുള്ള ഒരു സംവിധാനം ഈ മേഖലയിൽ മാത്രമേ നിയമം അനുശാസിക്കുന്നുള്ളൂ. മറ്റ് ട്രഡീഷണൽ ബിസിനസ്സിൽ ഇത് ലഭ്യമല്ല. വാറണ്ടിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. വാറണ്ടിക്കാലും മെച്ചമാണ് ഒരു പ്രോഡക്റ്റ് റീഫണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്ത് വാറണ്ടിയേക്കാൾ വളരെ ശക്തമായ ഒരു സംവിധാനം അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വാറണ്ടി എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിന് ഇപ്പം ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ അത് 5 വർഷത്തേക്ക് വാറണ്ടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സർവീസ് വാറണ്ടി ആകും, അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ആകും. അപ്പോൾ അത്തരമുള്ള വാറണ്ടികൾക്ക് പുറമെയാണ് ഞാൻ ഈ പറഞ്ഞ റീഫണ്ട് മെക്കാനിസം. വാറണ്ടിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം, ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. നിയമം പറയുന്നത് എങ്ങനെയാണ്. പക്ഷേ അതല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബിസിനസ്സുണ്ട്. അതാണ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രോഡക്റ്റ് വാറണ്ടിയോ അല്ലെങ്കിൽ റീഫണ്ട് മെക്കാനിസമോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ധാരാളം കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെ തിരിച്ചറിയേണ്ട ഒരു മെക്കാനിസം നമുക്ക് ഇതിനകത്തൂടെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം വാറണ്ടിയും ഗ്യാരണ്ടിയും എല്ലാം ഈ പ്രോഡക്റ്റിലുണ്ട്. കൂടാതെ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതിനെ തിരിച്ചു കൊടുത്താൽ റീഫണ്ട് കിട്ടുന്ന ഒരു വ്യവസ്ഥയും ഈ മേഖലയിലുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഈ മേഖല എന്ന് പറയാം. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ നമ്മൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പലപ്പോഴും ഒരു ഉപഭോക്താവിന് മുമ്പിലേക്ക് എത്തുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് ഇതിന് പലപ്പോഴും വില കൂടുതലാണ്. മറ്റ് ഇതര വിപണിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രോഡക്റ്റിന് വില കൂടുതലാണ്. എന്തുകൊണ്ടാണ് സാർ ഈ പ്രോഡക്റ്റിന് വില കൂടുതലായിട്ട് കാണുന്നത്? അതിനെക്കുറിച്ച് പറയാമോ? ഒരു പരിധി വരെ പറഞ്ഞാൽ അതൊരു ചൂഷണമാണ്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു നോക്കുമ്പോൾ, അതായത് മൊത്ത വിതരണക്കാരനും ഡിസ്ട്രിബ്യൂട്ടറും ചില്ലറ വിൽപ്പനക്കാരനും ഇല്ലാതെ, കടകമ്പോളങ്ങളില്ലാതെ നേരിട്ട് സാധനം കൺസ്യൂമറിലേക്ക് എത്തുമ്പോൾ വില കുറയുകയാണ് വേണ്ടത്. കാരണം ആ ഡിസ്ട്രിബ്യൂട്ടറുടെ പ്രോഫിറ്റ് ഇല്ല, റീറ്റെയിലിൻ്റെ പ്രോഫിറ്റ് ഇല്ല, അല്ലെങ്കിൽ മൊത്ത വിതരണക്കാരൻ്റെ പ്രോഫിറ്റ് ഇല്ല, പരസ്യത്തിൻ്റെ പ്രോഫിറ്റ് ഇല്ല, കടയുടെ വാടകയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധനത്തിന് മറ്റ് ട്രഡീഷണൽ ബിസിനസ്സിൽ ചെയ്യുന്ന ആ ബിസിനസ്സിനേക്കാൾ വില കുറച്ച് കൊടുക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് വില കൂട്ടി കൊടുക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊരു ഓപ്പർച്യൂണിറ്റി ഷെയറിംഗ് ആണ്. ഇത് ധാരാളം വ്യക്തികൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കൂടാതെ കുറേ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മൊത്ത വിതരണക്കാരനും ചില്ലറ വിൽപ്പനക്കാരനും ഡിസ്ട്രിബ്യൂട്ടർക്കും കൊടുക്കുന്ന ലാഭം ഇവിടെയുണ്ട്. അത് വീതം വെച്ച് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇവിടെ കൊടുക്കുകയാണ്. കടകൾക്ക് കിട്ടുന്നതിന് പകരം ഇവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ഡിമാൻഡ്. പക്ഷേ അവിടെയും ഇപ്പോഴത്തെ പുതിയ നിയമത്തിൽ വിലയിൽ ഒരു നിയന്ത്രണം കൊണ്ടിരുന്നുണ്ട്. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റും MRPയും തമ്മിലുള്ള വ്യത്യാസം ഒരു സ്ക്രൂട്ടനിക്ക് വിധേയമാകുന്നുണ്ട്. അന്യായമായ വില ആണ് പ്രോഡക്റ്റ് വിറ്റിരിക്കുന്നെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ളൊരു സംവിധാനം ഈ മെക്കാനിസത്തിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ മെക്കാനിസത്തിൻ്റെ അകത്ത് GST ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ പലവിധമായ നിയന്ത്രിത ഡിപ്പാർട്ട്മെൻറ്റിനെ പങ്കാളികളാക്കിക്കൊണ്ടാണ് ഈ മെക്കാനിസം വർക്ക് ചെയ്യുക. കൺസ്യൂമർ അഫയേഴ്സ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നെങ്കിലും ലീഗൽ മെട്രോളജി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, GST ഡിപ്പാർട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള വിവിധ വകുപ്പുകളെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പനി ഇതിനകത്തോട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ കമ്പനി നിയമാനുസൃതമായി പ്രവർത്തിക്കുന്നതാണോ, അവർക്കൊരു പ്രോഡക്റ്റ് ഉണ്ടോ, അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്, ബില്ലിംഗ് ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് GST ഡിപ്പാർട്ട്മെൻറ്റിനോടും ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിനോടൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു സ്ക്രൂട്ടനിക്ക് വിധേയമായാണ് ഈ കമ്പനികളെ നമ്മൾ മാർക്കറ്റിലേക്ക് അഴിച്ചുവിടുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കമ്പനിയുടെ ഈ പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ വിലയുണ്ട്. ട്രഡീഷണൽ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വില കൂടുതലായിട്ടാണ് ഇവർ വിൽക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ടൊരു കറക്ഷൻ വരും. കാരണം നിയന്ത്രണം വന്നു കഴിയുമ്പോൾ കമ്പനി അതിനെക്കുറിച്ച് ചിന്തിക്കും, വില മാർക്കറ്റുമായിട്ട് താരതമ്യം ഉണ്ടാകുമെന്നാണ്. പിന്നെ ചില പ്രോഡക്റ്റുകൾ അവർ പറയുന്നത് യുണീക്കാണ് എന്ന് പറഞ്ഞാൽ കടകമ്പോളങ്ങളിൽ കിട്ടുന്ന പ്രോഡക്റ്റ് അല്ല, ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലഭ്യമല്ല. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ കോസ്റ്റിംഗ് എല്ലാം വെച്ച് നോക്കുമ്പോൾ അവർക്ക് വില കൂട്ടി വിൽക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ വില കൂട്ടി വിൽക്കാം. പക്ഷേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മറ്റ് പ്രോഡക്റ്റിനെ പോലെ ഒരുപോലെ ആണെങ്കിൽ അത് വില കൂട്ടി വിൽക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു നിയന്ത്രണത്തിന് വിധേയമായി ഈ പ്രൈസിങ് വരുന്നതുകൊണ്ട് ഇനി സമീപകാലത്ത് ഈ പറഞ്ഞ ഈ വില വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്.
സാറിന് നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം ഓക്കെ. സാമൂഹ്യപാഠത്തിൽ ഇനിയൊരു ഇടവേള. സാറിന് നമുക്ക് ഇ കോമേഴ്സ് ബിസിനസ്സും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്കായി വിശദമാക്കുക സാർ. നമ്മുടെ ഓൺലൈൻ ബിസിനസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ ശൃംഖല നെറ്റ്വർക്കിലൂടെ വിറ്റഴിക്കപ്പെടുന്നു. അവിടെ സാധനങ്ങൾ വിറ്റഴിക്കാനായിട്ട് ഒരു മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന പോലെ നമ്മൾക്കിപ്പോൾ ധാരാളം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ്. ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന ഇപ്പോൾ ആമസോൺ പോലെയുള്ള പ്രോഡക്റ്റ് ഏത് സാധനവും ലഭ്യമാണ്. അവിടെയുള്ള വ്യത്യാസം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ഇ കോമേഴ്സും തമ്മിലുള്ള വ്യത്യാസം, ഇ കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. അതായത് എനിക്ക് സാധനം വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സാധനം വേണമെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ പോയി നമ്മൾ സാധനം ചൂസ് ചെയ്ത് അത് കാർട്ടറിലേക്ക് വിട്ട് അത് അവർ ഡിസ്പാച്ച് ചെയ്ത് കിട്ടും. അതായത് അതിൻ്റെ ഇടയ്ക്ക് ഇടനിലക്കാരില്ല, അതിൻ്റെ ഇടയ്ക്ക് കടകമ്പോളങ്ങളില്ല, ഹോൾസെയിലില്ല, ഡിസ്ട്രിബ്യൂട്ടറില്ല, ഈ പറയുന്ന ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ പ്രവർത്തിക്കുന്ന ആ വ്യക്തികളും ഇല്ല. അവിടെ ആകെപ്പാടെ ഉള്ളത് എന്താണ്? ഒരു പ്ലാറ്റ്ഫോമാണ്. അവർ രണ്ട് തരം ഇ കോമേഴ്സാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ളത്. ഒന്ന് മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഇൻവെൻറ്ററി മോഡൽ എന്ന് പറയും. അതായത് സ്വന്തമായി പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോം, അതായത് വ്യക്തികളില്ലാതെ കടകളില്ലാതെ വിൽക്കുന്ന ഒരു തരം കൂട്ടം ആൾക്കാർ, അവരെ ഇൻവെൻറ്ററി ഇ കോമേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ അത്ര ആൾക്കാർക്ക് അവർക്ക് കട വേണ്ട, പക്ഷേ അവർ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണ്. അവിടെയുള്ള വ്യത്യാസം എം എൽ എമ്മിൽ ഉള്ള വ്യത്യാസവും ഇ കോമേഴ്സ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഇ കോമേഴ്സിൽ മുതലാളി മാത്രമേ ഉള്ളൂ. ആ ബിസിനസ് ചെയ്യുന്ന ആ ഫാക്ടറി ഉടമ തന്നെയാണ് സാധനം വിറ്റഴിക്കുന്നത്. അതിൻ്റെ അകത്ത് വേറെ ഇടനിലക്കാരില്ല, വേറെ വ്യക്തികൾക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ട, അവർ തന്നെ ആ പ്രോഫിറ്റ് വീതിച്ചെടുക്കണം. പക്ഷേ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ അവർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നെങ്കിലും അതിൻ്റെ അകത്ത് ധാരാളം വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രോഡക്റ്റ് വിറ്റഴിക്കുന്നത്. അത് ഒരു ശൃംഖല മാത്രമല്ല, വ്യക്തികൾ ഇൻവോൾവ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സോഷ്യൽ എത്തിക്സ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു ഒരു സാമൂഹിക, നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, അതിൻ്റെ ഒരു കമ്പനിയുടെ ലാഭം നിരവധി വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അത് ആ കമ്പനിയുടെ ഫാക്ടറി ഉടമ തന്നെ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് മെക്കാനിസമാണ്. അപ്പോൾ ഇതാണ് പ്രധാന വ്യത്യാസം. അവിടെ വ്യക്തികളില്ല, കടയില്ല, ഒന്നുമില്ല. പക്ഷേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കടകളില്ലെങ്കിലും അവിടെ വ്യക്തികളുണ്ട്, അവരുടെ പ്രോഫിറ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്കോണമിയിൽ അങ്ങനെ ഒരു നല്ല ഒരു സംവിധാനം, അതായത് ലാഭം വീതം വെച്ച് പോകുന്ന ഒരു സംവിധാനം ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലുണ്ട്. ഇ കൊമേഴ്സിൽ അതില്ല. തീർച്ചയായും. ശ്രീ, ഇ കൊമേഴ്സ് ബിസിനസ് നിയമാനുസൃതമാണോ? അതിൻ്റെ ഒരു നിയമസാധ്യത, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഇ കൊമേഴ്സ് ബിസിനസ്സും വളരെ നാൾക്ക്, അതായത് 2021 ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു നിയമം ഉണ്ടാകുന്നതെങ്കിൽ ഇ കൊമേഴ്സ് അതിന് മുമ്പ്, ഒരു വർഷം മുമ്പ് തന്നെ 2020 ഇ കൊമേഴ്സ് റൂൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇ കൊമേഴ്സിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലൂടെ മാർക്കറ്റ് പ്ലേസിലൂടെ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ആ സാധനങ്ങളുടെ വില നിലവാരം, അതിൻ്റെ ക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ലേബലിങ്, പ്രൈസിങ്, ഇതെല്ലാം വളരെ കൃത്യമായും അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ വെറ്റ് ചെയ്ത് വരണം. ഇപ്പോൾ പ്രൈസിങ്ങും അതിൻ്റെ ടാക്സും അതെല്ലാം അതാത് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഡിക്ലെയർ ചെയ്ത് വരണം. ലീഗൽ മെട്രോളജി പോലെയുള്ള ലേബലിംഗ് അവർ വിധേയപ്പെടണം. അതുപോലെ ആ ഇ കൊമേഴ്സ് റൂൾ അനുശാസിക്കുന്ന രീതിയിൽ അത് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു നിയമം 2020 തന്നെ വന്നു. അതുകൊണ്ട് ഇ കൊമേഴ്സ് ബിസിനസ് നിയമാനുസൃതമാണ്. അപ്പോൾ ഇ കൊമേഴ്സ് ബിസിനസ്സിൽ വ്യക്തികളില്ല, കടകളില്ല, അവിടെ ഒരു മാർക്കറ്റ് പ്ലേസ് മാത്രമേ ഉള്ളൂ, ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ആ കമ്പനി തന്നെ അതിനെ നിയന്ത്രിക്കണം. അപ്പോൾ ധാരാളം വ്യക്തികളില്ലാത്തതുകൊണ്ട് അതിനൊരു മോണിറ്ററിംഗ് മെക്കാനിസം ഒന്നുമില്ല. പക്ഷേ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് ഇ കൊമേഴ്സിന് പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. സാറിന് നമുക്ക് മണി ചെയിൻ ബിസിനസ്സിനെ കുറിച്ച് പ്രേക്ഷകരോടൊന്ന് സംസാരിക്കാം. ഏറ്റവും കൂടുതൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഒരു മണി ചെയിൻ ബിസിനസ്സാണെന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകാർ ഉപയോഗിക്കുന്ന ടൂൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഈ മണി ചെയിൻ ഉപയോഗിക്കുന്ന പ്ലാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോഡക്റ്റ് ഇല്ലാതെ തന്നെ പ്രോഡക്റ്റിനെ മറ പിടിച്ചുകൊണ്ട് ഈ മണി ചെയിൻകാർ വരുന്നുണ്ട്. പ്രോഡക്റ്റിൻ്റെ നിലവാരമൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് അതായത് മണി സർക്കുലേഷൻ ഇട്ട് അതിൽ നിന്നും വാഗ്ദാനങ്ങൾ നൽകി പൈസ പിരിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ അകത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ധാരാളം വ്യക്തികൾ ആ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ പ്രോഡക്റ്റ് ഇല്ല, അവിടെ വെറും മണി സർക്കുലേഷനാണ്. അത് നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നതല്ല. നമ്മൾ ഈ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഡയറക്റ്റ് സെല്ലിംഗ് റൂളിൻ്റെ അകത്ത് അനുവദനീയമായ നിയമത്തിൽ പ്രവർത്തിക്കുന്നതല്ല ഈ മണി ചെയിൻ എന്ന് പറയുന്നത്. മണി ചെയിൻ ഇവിടെ ഇല്ലീഗലാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മണി ചെയിൻ, അതായത് പ്രോഡക്റ്റ് ഇല്ലാതെ ആൾക്കാരെ വെച്ച് പണം പിരിച്ച് ലാഭം ഉണ്ടാക്കുന്ന ആ സംവിധാനം ഇവിടെ ഇല്ലീഗലായിട്ടാണ്. അതായത് അതിനെ നിയന്ത്രിക്കാനായിട്ട് PCMC ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട്, അത് പോലീസ് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഉപഭോക്താവിന് പ്രോഡക്റ്റ് അല്ലാതെ അല്ലെങ്കിൽ നിലവാരം
പാടില്ലാത്ത പ്രോഡക്റ്റ് അല്ലാതെ ഏതെങ്കിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൻ്റെ വാജേനെ അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും മണി ചെയിൻ ഓടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നിയമാനുസൃതം അല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നവരും നിയമാനുസൃതം അല്ലാത്തൊരു ബിസിനസ്സിൽ പങ്കാളിയാകുന്നവരും അത് കുറ്റക്കാരാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ നിയമാനുസൃതമായി ചെയ്യുന്ന ബിസിനസ്സിൽ പങ്കാളിയായാൽ അവിടെ നമുക്ക് കുറ്റകരമല്ല. പക്ഷേ ഈ ബിസിനസ്സിൽ പങ്കാളിയാകുന്നവരെയും പോലീസ് ഒരു ക്രിമിനലായിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്ത ആളായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ അത്തരം ബിസിനസ്സിൽ നമ്മൾ പങ്കാളിയാകാൻ പാടില്ല. അത് അറിയാനായിട്ട് വളരെ വ്യക്തമായിട്ട് അറിയാം. മണി സർക്കുലേഷൻ നടക്കുന്ന ബിസിനസ്സാണ് മണി ചെയിൻ. അവിടെ പ്രോഡക്റ്റ് ഇല്ല. പക്ഷേ ഈ മണി ചെയിൻ അല്ല എന്ന് വരുത്തി തീർക്കാൻ പല മണി ചെയിൻ കമ്പനികളും ഇപ്പം പ്രോഡക്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് എടുത്ത് 1000 രൂപ 900 രൂപ ബണ്ടിൽ ചെയ്ത് മണി ചെയിനാണ്. അപ്പോൾ 1000 രൂപ 100 രൂപയുടെ ഒരു പ്രോഡക്റ്റിന് 1000 രൂപ MRP ഇട്ടാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹിഡൻ മണി ചെയിൻ ഉണ്ട്. 900 രൂപ ഹിഡൻ മണി ചെയിനാണ്. ഈ ഹിഡൻ മണി പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ പ്രവർത്തിക്കുന്നത്. അപ്പം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ അതേ മെത്തേഡായിരിക്കും മണി ചെയിൻകാർ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിലൂടെ ആ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ശൃംഖലയിലൂടെ ഒഴുകുന്നത് പ്രോഡക്റ്റ് അല്ല, മണിയാണ്. ഹിഡനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഹിഡനായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അത് നമ്മുടെ നാട്ടിൽ നിയമാനുസൃതമല്ല. അത് PCMC ആക്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ബഡ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ റിസർവ്, ഇപ്പോൾ മണി എന്ന് പറയുന്നത് ഒരാളുടെ നിന്ന് പണം സ്വീകരിക്കുക എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് പോലെയാണ്. നമ്മുടെ രാജ്യത്ത് നിക്ഷേപം സ്വീകരിക്കണമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന റെഗുലേറ്ററി ബോഡിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഇല്ലാതെ ആർക്കും മണി സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ആൾക്കാർ റിസർവ് ബാങ്കിൻ്റെ പരിമിതി ഇല്ലാതെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് ബഡ്സ് ആക്ട് എന്ന് പറയുന്ന അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം അതിൻ്റെ കീഴിലും അവർക്ക് കുറ്റകൃത്യമായിട്ട് അവർ കാണുന്നതാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സാറിന് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. സാർ, നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ കെണികളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പൊതുജന അവയർനെസ്സിൻ്റെ, ബോധവൽക്കരണത്തിൻ്റെ ആവശ്യം ഇവിടെ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ബോധവൽക്കരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണത്തിന് വേണ്ടി പൊതുജനങ്ങളെ കൂടുതൽ ജാഗ്രതാക്കുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചും ഒന്ന് വിശദമാക്കാം സാർ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിനെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ് റൂളിൻ്റെ അകത്ത് തന്നെ ഇവയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കമ്പനിയിലേക്ക് കടന്നു വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമായ ബോധവൽക്കരണം ആദ്യമേ തന്നെ ചെയ്യണമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. കമ്പനി തന്നെ പ്രോഡക്റ്റിൻ്റെ പ്ലാനും മാർക്കറ്റിങ്ങും പറയുന്നതിനപ്പുറം അതിനു മുമ്പ് തന്നെ ഈ ബിസിനസ്സിൽ എന്തെല്ലാം നിയമങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തെല്ലാം നിയമത്തിന് വിധേയമായിട്ടാണ് ഈ ബിസിനസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവബോധം കമ്പനി തന്നെ മസ്റ്റായിട്ട്, മാൻഡേറ്ററി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നൽകണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. പക്ഷേ അത് പല കമ്പനികളും അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെക്കാനിസം ഉണ്ടാക്കിയപ്പം, റൂൾ ഉണ്ടാക്കി, ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു നിയന്ത്രണ സമിതി ഉണ്ടാക്കിയപ്പോൾ അവിടെ അവർ പറയുന്നുണ്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ, ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സ് ഇന്ത്യയിൽ ആകെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അംഗീകരിച്ച സർക്കാർ ലെവലിൽ അംഗീകരിക്കുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് മൊത്തം 20,000 ആൾക്കാരോട് ഇവിടെ വന്ന് ട്രെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങനെ ഒരു അവസരം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ആ നിയമവ്യവസ്ഥയിൽ തന്നെ പറയുന്നുണ്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള സ്ഥാപനത്തിൽ ട്രെയിനിങ് എടുക്കണം. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഈ പറഞ്ഞ അവബോധം ഉണ്ടാകാൻ വേണ്ടി ഈ ബിസിനസ്സിലുണ്ടാകുന്ന ഡൂസ് ആൻഡ് ഡോൺസ്, നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്ത്, അവയെ തിരിച്ചറിയണം. ആ തിരിച്ചറിയാനായിട്ടുള്ള വ്യക്തമായ ഒരു ട്രെയിനിങ് സംവിധാനം ഒന്നെങ്കിൽ കമ്പനി തന്നെ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. കമ്പനിക്ക് അതിനുള്ളൊരു സംവിധാനം ഇല്ലെങ്കിൽ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഇങ്ങനെ അംഗീകൃത ട്രെയിനിങ് സെൻറ്ററിൽ വെച്ച് ട്രെയിനിങ് കൊടുക്കണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ട്രെയിനിങ് കിട്ടും. പക്ഷേ നമ്മൾ പൊതുജനത്തിന് ട്രെയിനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ വിദഗ്ധമായ ചോദ്യമാണ്. കാരണം അത് കൺസ്യൂമർ ലെവലിൽ ട്രെയിനിങ് നടത്താനായിട്ട് നമ്മുടെ കൺസ്യൂമർ അസോസിയേഷനും കൺസ്യൂമർ ഫോറത്തോടും ഒക്കെ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെയിനിങ്ങിലൊരു മെക്കാനിസം ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. ഡിസ്ട്രിക്ട് ലെവലിലും താലൂക്ക് ലെവലിലും പഞ്ചായത്ത് ലെവലിലും ഒക്കെ ഈ കൺസ്യൂമേഴ്സിന് ഈ മേഖല, കാരണം മറ്റേ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് ഇതാണ്. അപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യാത്ത ഒരു പൊതുജനത്തിനും ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു സവിശേഷത കിട്ടണമെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് കൺസ്യൂമർ ഫോറത്തെയൊക്കെ അതിനുവേണ്ടി നമ്മൾ ശാക്തീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ നിയമത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സാധാരണ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ആ നിയമം എത്തരത്തിലാണ് ആ ഉപഭോക്താവിന് പ്രയോജനകരമായിട്ട് തീരുന്നത്, അല്ലെങ്കിൽ ആ നിയമത്തിലേക്ക് ഉപഭോക്താവ് എങ്ങനെയാണ് എത്തപ്പെടേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം സാർ.
നമ്മുടെ നാട്ടിൽ ഒരു വ്യാപാര മേഖലയിൽ ധാരാളം നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്ക് അറിവില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഫോർ എക്സാമ്പിൾ ജി എസ് ടി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും എല്ലാം നമ്മൾ GST കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ GST വസൂലാക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് പൊതുജനത്തിന് അറിയാനായിട്ട് നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ സാധാരണ ഒരു ട്രഡീഷണൽ ബിസിനസ്സിന് അപ്പുറത്ത് ധാരാളം നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ വേണം, GST രജിസ്ട്രേഷൻ വേണം, മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് രജിസ്ട്രേഷൻ വേണം, പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിനായിട്ടുള്ള ബാക്കി ഫാക്ടറി ലൈസൻസ് അങ്ങനെയുള്ള എല്ലാ ലൈസൻസും വേണം. അതോടൊപ്പം തന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ജനങ്ങളുമായിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ ആ കമ്പനി ഉൽപ്പന്നങ്ങളെല്ലാം പ്രദർശിപ്പിക്കുകയും ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വില നിലവാരം പ്രദർശിപ്പിക്കുകയും ആ കമ്പനി ഓരോ മാസവും GST കൊടുക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ GST കൊടുക്കുന്ന കമ്പനിയാണോ എന്ന് പൊതുജനത്തിന് അറിയാൻ സാധ്യതയില്ല. ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ നമ്മൾ GST കൊടുക്കുന്നുണ്ട്, കൺസ്യൂമർ GST കൊടുക്കുന്നുണ്ട്, പക്ഷേ കച്ചവടക്കാരൻ അത് ഡിപ്പാർട്ട്മെൻറ്റിൽ അടയ്ക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ടുള്ള കാര്യമില്ല. പക്ഷേ ഈ മേഖലയിൽ കുറച്ചുകൂടെ നിയന്ത്രിതമാണ്. ഈ മേഖലയിലെ കമ്പനികൾ അതാത് മാസം അവരുടെ ടേൺ ഓവറിൻ്റെ പുറത്ത് കൊടുക്കുന്ന GST റിട്ടേൺ അപ്ലോഡ് ചെയ്യണം, വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇൻകം ടാക്സ് കൊടുക്കുമ്പോൾ ആനുവലായിട്ടുള്ള ഇൻകം ടാക്സ് അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാം ഒരു പൊതുജനങ്ങൾക്ക് ഒരു സെൽഫ് റെഗുലേറ്ററി മെക്കാനിസം, അതായത് ഒരു കൺസ്യൂമർക്ക് സംശയം തോന്നാൽ ഇത്തരം കമ്പനികളുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഇവർ നിയമാനുസൃതമായി ചെയ്യേണ്ട റിട്ടേൺസ് ഫയൽ ചെയ്യുന്നവരാണോ, GST അടയ്ക്കുന്നവരാണോ, ഇൻകം ടാക്സ് അടയ്ക്കുന്നവരാണോ, TDS അടയ്ക്കുന്നവരാണോ എന്നൊക്കെ അവർ തന്നെ ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് മറ്റു ബിസിനസ്സുകാർക്ക് അങ്ങനെ ഒരു നിയമമില്ല. കാരണം അവരുടെ GST റിട്ടേണും കാര്യങ്ങളുമൊക്കെ വളരെ സീക്രട്ടാണ്. നമ്മൾ കൊടുക്കുന്നത് അടയ്ക്കുന്നുണ്ടോ ഒന്നും അറിയാനായിട്ട് മാർഗ്ഗമില്ല. പക്ഷേ ഈ മേഖലയ്ക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ കടകമ്പോളങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവരെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് GST ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കില്ല. അപ്പോൾ അതൊരു ഗവൺമെൻറ് സംവിധാനത്തിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഈ കമ്പനിയോട് തന്നെ പറയുകയാണ് അവർ കംപ്ലയിൻസ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ കംപ്ലയിൻസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരന് വേണമെങ്കിൽ ഈ കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ അത് നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണോ എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായും സാർ, ഇപ്പോൾ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്ന് ഇത്തരത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് സാറ് പറഞ്ഞു നിർത്തുകയുണ്ടായി. ഇപ്പോൾ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്കെതിരെ ഒരു ഉപഭോക്താവിന് എങ്ങനെ പരാതി സമർപ്പിക്കാൻ സാധിക്കും, അതിനെക്കുറിച്ചൊന്ന് പറയാം സാർ. വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ മേഖലയിൽ താങ്കൾ ആദ്യമേ തന്നെ ഓൺലൈൻ ബിസിനസ്സിൻ്റെ തട്ടിപ്പിനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഇവിടെ തട്ടിപ്പിന് ഇരയാകുന്ന ആൾക്കാർക്ക് എവിടെ പോകണമെന്നറിയില്ല. ആകെപ്പാടെ നമുക്ക് അവരെ അറിയാം, ഒന്നോ രണ്ടോ വ്യക്തികളാണ് ഈ പരാതികളുമായി മുന്നോട്ട് വരുന്നത്. അവർ മാക്സിമം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു പരാതി കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും, നമുക്കറിയാതെ പോലീസ് അന്വേഷിച്ച് ഒരു 6 മാസം കഴിഞ്ഞ് അതൊരു FIR സ്റ്റേജിലെത്തി അത് കേസ് ചാർജ് ചെയ്ത് കോടതിയിലേക്ക് പോയി ഒരു 3-4 വർഷം എടുക്കും അതിൻ്റെ ഒരു തീർപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പരാതികളുടെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് വളരെ അപ്രായോഗികമാണ്. ഈ മേഖലയിൽ അത് കണക്കാക്കിക്കൊണ്ട് ഒരു ഗ്രീവൻസ് റിഡ്രസൽ സെൽ ഈ കമ്പനിക്ക് നിർബന്ധമായിട്ടും വേണം. ഇവിടെ പരാതി പരിഹരിക്കുന്നത് പോലീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സോ ആകുന്നതിന് മുമ്പ് തന്നെ, ഇപ്പം ഞാനൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ നിന്നൊരു സാധനം വാങ്ങിച്ചു, എനിക്കതിൽ പരാതി ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ഈ കമ്പനിക്ക് പരാതിപ്പെടാം. ആ കമ്പനിയിൽ നിന്നും ഒരു 45 ദിവസത്തിനകത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് വേറെ ഫോറത്തിലേക്ക് പോകാം. അതിനാണ് ഇവിടെ സംസ്ഥാനത്ത് ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തിൽ പരാതി കൊടുക്കാം. അവിടെ പരാതി കൊടുക്കുമ്പോൾ പരാതിയുടെ സ്വഭാവം അനുസരിച്ച് ആ മോണിറ്ററിംഗ് സമിതിയിൽ ധാരാളം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പോലീസുണ്ട്. ഇപ്പം തട്ടിപ്പാണ്, പ്രോഡക്റ്റിൻ്റെ നിലവാരമില്ലാത്തതാണ്, അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല, അങ്ങനെ ചീറ്റിംഗ് ആണെങ്കിൽ അവിടെ പോലീസിന് അത് റെഫർ ചെയ്യും. ഈ മോണിറ്ററിംഗ് മെക്കാനിസത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആ പരാതി റെഫർ ചെയ്യും. അതല്ല, ഞാൻ വാങ്ങിച്ച സാധനത്തിൻ്റെ GST അധികമായി ഈടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ടാക്സ് സംബന്ധമായ പരാതിയാണെങ്കിൽ അത് GST ഡിപ്പാർട്ട്മെൻറ്റിന് റെഫർ ചെയ്യും. അതല്ല, ലേബലിങ്ങിൽ പ്രൈസിങ്ങിൽ ഒക്കെയുള്ള ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് റെഫർ ചെയ്യും. അപ്പോൾ ഈ നിയന്ത്രിത സമിതിക്കകത്ത് ധാരാളം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ പരാതി റെഫർ ചെയ്യപ്പെടും. അപ്പോൾ അത് ഒരു മേഖല. അപ്പോൾ ആദ്യം കമ്പനിക്ക് പരാതി കൊടുക്കാം, രണ്ടാമത് ഈ മോണിറ്ററിംഗ് മെക്കാനിസത്തിലേക്ക് പരാതി റെഫർ ചെയ്ത് അത് അതാത് ഡിപ്പാർട്ട്മെൻറ്റ് റെഫർ ചെയ്യും. ഇതൊന്നും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിലാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ജില്ലാ മേഖലയിലും ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം, കൺസ്യൂമർ കോടതികളുണ്ട്, ഉപഭോക്തൃ സംരക്ഷണ കോടതികളുണ്ട്. ആ കോടതി, അപ്പോൾ പോലീസ് സംവിധാനത്തിലൂടെ പോയി കോടതിയിലൂടെ ഒരു നോർമൽ ലിറ്റിഗേഷനിൽ പോകുന്നതിന് പകരം നേരെ ഒരു കൺസ്യൂമർക്ക് കൺസ്യൂമർ കോടതിയിലേക്ക് പോകാനുള്ള ഒരു അവസരം ഇപ്പം സംജാതമായിട്ടുണ്ട്. അത് വലിയൊരു അവയർനെസ്
ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം മറ്റ് രീതിയിൽ കബളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു റെഗുലറായിട്ടുള്ള പോലീസ് സംവിധാനവും കോടതിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ കൺസ്യൂമർ റിഡ്രസൽ മെക്കാനിസം കമ്പനിക്കുണ്ട്. അതുകൂടാതെ ഒരു നിരീക്ഷണ സംവിധാനത്തിലേക്ക് പരാതി കൊടുക്കാം. അതും അല്ലെങ്കിൽ ജില്ലാ ഉള്ള കൺസ്യൂമർ കോടതിയിലേക്ക് ഇതിൻ്റെ പരാതികൾ പോകാനായിട്ട് സാധിക്കും. സാർ, ഈ 2016 ഡയറക്റ്റ് സെല്ലിംഗ് ഹെഡ്ലൈൻ അനുസരിച്ച് ഇപ്പോൾ കേരളത്തിൽ എത്ര കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അതിനെക്കുറിച്ചൊന്ന് പറയാം സാർ. 2016 കേന്ദ്ര സർക്കാർ ഇറക്കിയ ഗൈഡ് ലൈൻ അത് ഇന്ത്യ ആകമാനം ആപ്ലിക്കബിൾ ആയിരുന്നു. അത് കേരളത്തിലും അത് നിലവിൽ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 45ഓളം കമ്പനികൾ ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2021 നിയമം അനുസരിച്ച് എത്ര കമ്പനികൾ വരുന്നു എന്നുള്ളത് നമ്മൾ വരാനിരിക്കുന്നുള്ളൂ. ഒരു മാസത്തിനകത്ത് ഈ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടങ്ങി വെക്കും. അതിനുശേഷം നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ എണ്ണം വളരെ വലുതാണ്. ഈ ഞാനീ പറഞ്ഞല്ലോ 44 കമ്പനിയെ ഉള്ളെങ്കിലും അതിൻ്റെ അകത്ത് ഒരു 3 ലക്ഷം ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് അതിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം ഇത് നല്ലൊരു ലീഗലൈസ് ചെയ്ത് നിയമാനുസൃതമായി ബിസിനസ് വന്നു കഴിയുമ്പോൾ ഈ ധാരാളം ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരും. അപ്പോൾ അതിനൊരു വലിയ വ്യാപ്തിയുണ്ട്, വലിയൊരു സംവിധാനമുണ്ട്. ലക്ഷങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും. സാറിന് നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം വന്നിട്ട് സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ തോമസ് ജോസഫ്, അസോസിയേറ്റ് പ്രൊഫസർ ഗിഫ്റ്റ്. സാർ, ഇപ്പോൾ ഇടവേളയ്ക്ക് മുമ്പ് സാർ പറയുകയുണ്ടായി എല്ലാ കമ്പനികളിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിയമാനുസൃതമല്ല എന്ന് സാർ പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് സാർ അത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് ഒന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം 2016 ഗൈഡ് ലൈൻ അനുസരിച്ച് എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകാർക്കും ഇതിൻ്റെ ഈ നിയമത്തിലേക്ക് കടന്നു വരികയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ 2021 റൂള് പാർലമെൻറ്റിൽ പാസ്സാക്കിയപ്പോൾ അവിടെ ഒരു നിബന്ധന വന്നിരിക്കുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ അല്ലെങ്കിൽ സ്വന്തമായി പ്രോഡക്റ്റ് ഉള്ളവർക്ക് മാത്രമേ അല്ലെങ്കിൽ സർവീസ് ഉള്ളവർക്ക് മാത്രമേ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുമായി നിയമാനുസൃതം വരാവൂ എന്നുള്ള ഒരു സവിശേഷത വരികയുണ്ടായി. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ച് എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനും ഇനി ഈ മേഖലയ്ക്ക് നിയമാനുസൃതം കടന്നു വരാൻ പറ്റില്ല. അപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്ങും മൾട്ടി ലെവൽ മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം ഇതിൻ്റെ അകത്ത് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്. കടകളില്ലാതെ, കടകമ്പോളങ്ങളില്ലാതെ, ഡിസ്ട്രിബ്യൂട്ടറില്ലാതെ സാധനങ്ങളും സേവനങ്ങളും ഉപഭോക്താവിലേക്ക് എത്തിക്കുന്ന ഒരു ടൂളാണ്. ആ ടൂൾ ഉപയോഗിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ആ ടൂൾ ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു ആ ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചാൽ അത് വെറും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാത്രമാണ്, അത് ടൂൾ മാത്രമാണ്. പക്ഷേ അത് പാടില്ല. സ്വന്തമായി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ സ്വന്തമായി ഫാക്ടറി ഇല്ലെങ്കിൽ, ഇപ്പം ഞാനൊരു സാധനം ഉണ്ടാക്കുന്നു, എനിക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള സവിശേഷത കഴിവില്ല, ഞാൻ മാർക്കറ്റ് ചെയ്യാനായിട്ട് വേറൊരു കമ്പനി ഏൽപ്പിക്കുകയാണ്. എൻ്റെ പ്രോഡക്റ്റ് മുഴുവൻ വിറ്റഴിക്കുന്ന വേറൊരു കമ്പനിയാണ്, അതൊരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ സ്വന്തമായി പ്രോഡക്റ്റ് ഉള്ളവർക്ക് ആ പ്രോഡക്റ്റ് മൊത്തമായി വാങ്ങിച്ച് ഒരു MLM കമ്പനിക്ക് വേണമെങ്കിൽ വിൽക്കാം. പക്ഷേ അവിടെയും ഒരു എക്സ്ക്ലൂസീവ് എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാകണം. ആ സാധനം സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രോഡക്റ്റാണ് ഈ ശൃംഖലയിലൂടെ വിറ്റഴിക്കാൻ സാധിക്കുക. അതിൻ്റെ കാരണം ഈ മേഖലയിലൂടെ വിറ്റഴിക്കുന്ന സാധനത്തിന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റീറ്റെയിൽ പ്രോഫിറ്റ്, ഇപ്പം നമ്മളൊരു സാധനത്തിൽ കടകമ്പോളങ്ങളിൽ ട്രഡീഷണൽ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ 100 രൂപയുടെ ഒരു സാധനം ഇപ്പോൾ മാർജിൻ ഫ്രീ ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ 10%, 20% ഡിസ്കൗണ്ട് കിട്ടാറുണ്ട്. ഈ ഡിസ്കൗണ്ട് ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ ഉള്ള ഡിസ്കൗണ്ടാണ്. പക്ഷേ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലാണെങ്കിൽ ഒരു 40% വരെ റീറ്റെയിൽ പ്രോഫിറ്റ് കൊടുക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ഡയറക്റ്റ് സെല്ലിംഗുകാർക്ക് മാത്രമേ അത്രയും പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഹോൾസെയിലില്ല, ഡിസ്ട്രിബ്യൂട്ടറില്ല, പരസ്യമില്ല, കടയില്ല, വാടകയില്ല, ഒന്നുമില്ല. അപ്പോൾ അവർ ഈ 100 രൂപ എന്ന് പറയുന്ന MRPക്കകത്ത് ട്രഡീഷണൽ ബിസിനസ്സുകാർക്ക് കൊടുക്കാൻ സാധിക്കുന്നതിൽ കൂടുതൽ ലാഭം കൊടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഡയറക്റ്റ് സെല്ലിംഗുകാർ മാത്രമേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാവൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാഭം ഷെയർ ചെയ്യുന്നു. ധാരാളം ഇൻ്റർമീഡിയറ്റ്സിന് പകരം ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു ശൃംഖലയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 40 കമ്പനിയിൽ 3 ലക്ഷം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഒരു 50 കമ്പനി വരുമ്പോൾ അത് 5 ലക്ഷമായിട്ട് മാറാം. അപ്പോൾ ഇത്ര ആൾക്കാർക്ക് ലാഭങ്ങൾ ഈ കമ്പനി വീതിച്ചു കൊടുക്കാനുള്ള പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ അത് പ്രോഫിറ്റ് ആ കമ്പനികൾക്കുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ വിലയിൽ കൂട്ടി വെക്കേണ്ടതായിട്ട് വരും. തീർച്ചയായും. അത് ഒരു ഇൻ്റർമീഡിയറ്റ് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നൊരു സാധനം വാങ്ങിച്ച് ഈ ശൃംഖലയിലൂടെ വിൽക്കുമ്പോൾ ഈ ആൾക്കാർക്ക് ലാഭം വീതം വെക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നിയമത്തിൽ അനുശാസിക്കുന്നത് സ്വന്തമായി പ്രോഡക്റ്റ് ഉള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് മാത്രമേ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അത്തരം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ മാത്രമേ നിയമത്തിൻ്റെ പരിരക്ഷയുള്ളൂ എന്ന് പറയാൻ കാരണം. തീർച്ചയായിട്ടും. സാർ, അതുപോലെ തന്നെ ഈ വിദേശ കമ്പനികൾ കൂടുതലായിട്ട് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് കടന്നു വരുന്നതിൻ്റെ കാരണം അതിനെക്കുറിച്ചൊന്ന് പറയാം സാർ.
അന്താരാഷ്ട്ര ലെവലിലാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ്. നമ്മുടെ ഇന്ത്യയിലെ ഡയറക്റ്റ് സെല്ലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു 2016 ഒരു നിയമം ഉണ്ടായത്. അതെ. എന്നാൽ US-ലും ചൈനയിലും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു മെക്കാനിസം പ്രാബല്യത്തിലുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര മേഖലയിൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ പ്രാഗൽഭ്യം തെളിയിച്ച അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനികൾക്കറിയാം ഇത് നിയമാനുസൃതം, ആ രാജ്യത്ത് അത് നിയമാനുസൃതമാണ്. അപ്പോൾ ഈ ഇന്ത്യയിൽ നിയമം ഉണ്ടായപ്പം ആദ്യമായിട്ട് ഇന്ത്യൻ കമ്പനികളെക്കാൾ കൂടുതലായിട്ട് ഇന്ത്യയിലെ മാർക്കറ്റ് പിടിച്ചത് ഫോറിൻ കമ്പനീസാണ്. കാരണം അവർ അന്താരാഷ്ട്ര ലെവലിൽ ഒരു പ്ലേയേഴ്സാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ ബിസിനസ്സിൽ പോലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്രോഡക്റ്റ് സ്ഥാനം പിടിക്കുന്നത് പോലെ ഈ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലും ഇൻ്റർനാഷണൽ പ്ലേയേഴ്സാണ് കൂടുതലായിട്ട് ഇവിടെ ലീഡിംഗ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പോലും ചില കമ്പനികൾ ഈ മേഖല ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഈ മേഖലയ്ക്കൂടെ സാധനങ്ങൾ ഇപ്പോൾ കുടുംബശ്രീ പോലെയുള്ള ഒരു സംവിധാനത്തിൽ അവിടെ പ്രോഡക്റ്റുകൾ വിവിധങ്ങളായ പ്രോഡക്റ്റ് ഉണ്ട്. അവർക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ടൊരു വേദിയില്ല. അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്കോപ്പ് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ധാരാളം ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് കമ്പനികൾ വരാനുള്ള കാരണത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അവിടങ്ങളിൽ നിയമങ്ങൾ നേരത്തെ ഉണ്ട്, ഇതിനെ ലീഗലൈസ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ലീഗലൈസ് ചെയ്ത് 2016 മാത്രമാണ്. അപ്പോൾ ആ ഒരു ചുരുങ്ങിയ പീരീഡിനുള്ളിൽ ഉള്ള കമ്പനികൾ മാത്രമേ ഇന്ത്യയിൽ ഇത് പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യത്യാസത്തിന് കാരണം. തീർച്ചയായിട്ടും സർ, നമ്മുടെ ഷോ ഏകദേശം വൈൻഡപ്പിലേക്ക് കടക്കുമ്പോൾ ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളിപ്പോൾ നെറ്റ് നോക്കുന്നു, മൊബൈലിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു, നമ്മളപ്പോൾ തന്നെ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിൻ്റെ വലിയ ചതിക്കുഴികളിലേക്കൊക്കെ പോയി നമ്മൾ വീഴുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഓൺലൈൻ മാർക്കറ്റിൽ വ്യക്തി സാധനം വാങ്ങിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പറയാം സർ. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് മുഴുവൻ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ഡയറക്റ്റ് സെല്ലിങ്ങും ഇ കോമേഴ്സും ഒക്കെ ആയിരുന്നുവെങ്കിലും ഇതെല്ലാം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും മൊത്തമായി താങ്കൾ സൂചിപ്പിച്ച ഓൺലൈൻ ബിസിനസ്സിലാണ് ഏറ്റവും കൂടുതൽ ചതിക്കുഴിയിരിക്കുന്നത്. അപ്പോൾ ഈ 2019 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൻ്റെ അകത്ത് എല്ലാ തരം ബിസിനസ്സിനെയും കവർ ചെയ്തിട്ടുണ്ട്. ടെലി മാർക്കറ്റിംഗ് നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു സംവിധാനമാണ് ടെലി മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയുള്ള മാർക്കറ്റിംഗ്, അങ്ങനെ നെറ്റ്വർക്ക് ധാരാളം ഓൺലൈൻ ബിസിനസ് ഇവിടെ ചെയ്യാറുണ്ട്. ഇതെല്ലാം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിരക്ഷയിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ് പറയുന്നത്? കൺസ്യൂമർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ബിസിനസ്സിൽ താങ്കൾ ഒരു ഷർട്ട് ഓൺലൈൻ ബിസിനസ്സിൽ കണ്ട് വെർച്വലായിട്ടുള്ള ആ ഒരു ഫിഗർ കണ്ട് വാങ്ങിച്ചപ്പോൾ ആ കണ്ടതൊന്നും അല്ല എങ്കിൽ അത് തീർച്ചയായിട്ടും അത് കൺസ്യൂമർ റിഡ്രസ്സിലേക്ക് കൺസ്യൂമർ ഫോറത്തിലേക്ക് കേസാകാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ വാങ്ങിക്കുന്ന ഒരു സാധനം കേസാക്കുന്നതിനേക്കാൾ കൂടുതലായി പരിരക്ഷ കിട്ടുന്നുണ്ട് ഓൺലൈൻ ബിസിനസ്. ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. ഓൺലൈൻ ബിസിനസ്സിൽ ഒരു ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പൈസ പോയി എന്ന് ഓർത്തിരിക്കാതെ അതിൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ബില്ലുണ്ടായിരിക്കണം. അതാണ് കൺസ്യൂമറുടെ ഏറ്റവും വലിയൊരു ആയുധം. ഈ ബില്ലിൽ ആ പ്രോഡക്റ്റിൻ്റെ വിലയും ആ പ്രോഡക്റ്റിൻ്റെ നിലവാരവും ക്വാളിറ്റിയും പ്രൈസും എല്ലാം രേഖപ്പെടുത്തിയിരിക്കും. ഈ ബില്ല് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ആ സാധനത്തിൻ്റെ പൈസ കൊടുത്തത്. അപ്പോൾ അവിടെ അവർ പറയുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള സ്റ്റാൻഡേർഡ് ഇല്ല, ക്വാളിറ്റി ഇല്ലെങ്കിൽ ഈ ബില്ല് വെച്ചുകൊണ്ട് കൺസ്യൂമർ ഫോറത്തിലേക്ക് നമുക്ക് കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു അവയർനെസ് ഉണ്ടായിരുന്നാൽ മതി. ഓൺലൈനിൽ തട്ടിപ്പ് വരാനുള്ള ഒരു കാരണം. പിന്നെ വേറൊന്നുള്ളത് ഈ വെബ്സൈറ്റിലൂടെയാണല്ലോ ഇതെല്ലാം കൂടുതലായും ചിത്രീകരിക്കപ്പെടുക. ഈ വെബ്സൈറ്റ് തന്നെ ലീഗൽ വെബ്സൈറ്റ് ആണോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. വെബ്സൈറ്റ് ഓഡിറ്റൊക്കെ ഉണ്ട്. ചില വെബ്സൈറ്റുകളൊക്കെ നമ്മൾ അതിൻ്റെ അന്തർധാരയിലേക്ക് കടന്ന് അതിൻ്റെ ബാക്കിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് എക്സ്പയർ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റൊക്കെ ഒരു ഡൊമൈൻ രജിസ്ട്രേഷനുള്ള സംഭവമാണ്. അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഡൊമൈൻ എക്സ്പയർ ആകാൻ പോകുന്ന ഒരു വെബ്സൈറ്റുമായിട്ടിരിക്കുന്ന കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ വെബ്സൈറ്റ് നമ്മൾ കാണില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. തീർച്ചയായിട്ടും സാർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾ കൂടുതൽ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും ശ്രദ്ധയെക്കുറിച്ചും ഒരു പൊതുജന അവബോധത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി പ്രേക്ഷകരോട് സംബന്ധിച്ച സാറിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കാം. താങ്ക് യു. സാമൂഹ്യ